പൗലോസ്ലീഹ വെളിപ്പെടുത്തുന്നൊരു ഭാഗം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് ആരാധനയ്ക്ക് വരുന്ന ദൈവമക്കൾ സമർപ്പിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇനി ശരീരത്തെ മാത്രം സമർപ്പിച്ചാൽ പോരാ. ലേഖനങ്ങളിലോട്ട് വരുമ്പം റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ പൗലോസ് വെളിപ്പെടുത്തുന്നൊരു ഭാഗമുണ്ട്. 13-ാമത്തെ വാക്യം, നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളുടെ അവയവങ്ങളെ പാപത്തിന് സമർപ്പിക്കരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായാൽ നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചു കൊള്ളുവീൻ. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നമ്മുടെ ശരീരം സമർപ്പിച്ചാൽ പോരാ, നമ്മുടെ ഓരോ അവയവങ്ങളും സമർപ്പിക്കപ്പെടണം. സ്തോത്രമൊക്കെ പോയല്ലോ. സ്തോത്രം. ഒന്ന്, നമ്മുടെ ശരീരത്തെ സമർപ്പിക്കണം. രണ്ട്, നമ്മുടെ ഓരോ അവയവങ്ങളെ സമർപ്പിക്കണം. യോബിൻ്റെ പുസ്തകം 31-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ ആപത്തിൽ യോബ് പറയുകയാണ്, ഞാൻ എൻ്റെ കണ്ണുമായിട്ടൊരു നിയമം ചെയ്തിരിക്കുന്നു. കണ്ണുമായിട്ട് സമർപ്പണ ജീവിതമാണ് പറയുന്നത്. കൈയടിക്കാൻ ഒത്തിരി പേരുണ്ട്, അന്യഭാഷ പറയാൻ ഒത്തിരി പേരുണ്ട്. ഒരു സമർപ്പണ ജീവിതം നയിക്കാൻ എത്ര പേരുണ്ട്? ഒരുവൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്തുവാ? അവൻ്റെ ജീവിതം സുഖം കൊണ്ട് നിറയുവാന്നല്ല, അവനൊരു വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുക. സ്തോത്രം. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു സന്ദേശം നിങ്ങളോട് പറയാൻ പറയുന്നു. ഈ ദിവസങ്ങളൊരു സമർപ്പണം ഉണ്ടെങ്കിൽ നിന്റെ വീട്ടിലൊരു വലിയ വിടുതലുണ്ട്. സ്തോത്രം. ഇന്നലകളിൽ സമർപ്പിക്കപ്പെട്ടതിനേക്കാൾ അധികം ഇന്നുകളിൽ നിങ്ങൾ സമർപ്പിക്കപ്പെടണം. അവിടെയാണ് അനുഗ്രഹം ഉണ്ടാകേണ്ടത്. സദൃശ്യവാക്യത്തിലെ ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ പെട്ടെന്നൊരു സന്ദേശത്തിലോട്ട് വരട്ടെ. സദൃശ്യവാക്യം 23-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം വായിച്ച്. സ്തോത്രം. നിന്റെ ഹൃദയം പ്രബോധനത്തിനും നിന്റെ ചെവി പരിജ്ഞാന വചനങ്ങൾക്ക് സമർപ്പിക്കാം. രണ്ട് കാര്യമാണ് എഴുതിയിരിക്കുന്നത്. ഒന്ന്, ഹൃദയം സമർപ്പിക്കപ്പെടണം. രണ്ട്, ചെവി സമർപ്പിക്കപ്പെടണം. എന്തിന്? ദൈവവചനത്തിനായിട്ട്. സ്തോത്രം. അപ്പോൾ ഇപ്പം നിങ്ങളുടെ ശരീരം സമർപ്പിക്കണം, നിങ്ങളുടെ അവയവങ്ങൾ സമർപ്പിക്കണം, നിങ്ങളുടെ കണ്ണ് ദൈവത്തിന് മുമ്പ് സമർപ്പിക്കണം, നിങ്ങളുടെ ഹൃദയം സമർപ്പിക്കണം. ദൈവത്തിന് സ്തോത്രം. പിന്നെ അവിടെ എഴുതിയിരിക്കുകയാണ്, നിങ്ങളുടെ ചെവി സമർപ്പിക്കണം. അത് കൂടുതൽ സമർപ്പിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ചെവി എന്ത് ചെയ്യണം? ദൈവത്തിന് മുമ്പിൽ ചെവി പരിജ്ഞാന വചനങ്ങൾക്ക് സമർപ്പിക്കുക. ഇനി തീർന്നില്ല, ഒരു വാക്യം കൂടെ വായിച്ചേച്ച് ആ ഭാഗത്തുനിന്ന് പോരാ. സദൃശവാക്യം 16-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം കൂടെ വായിച്ചിട്ട്, നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക. നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക. എന്നാൽ നിന്റെ ഉദ്ദേശം സാധിക്കും. 3-4 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, നിങ്ങളെ സമർപ്പിക്കണം. 2, നിങ്ങളുടെ ശരീരങ്ങളെ സമർപ്പിക്കണം. 3, നിങ്ങളുടെ അവയവങ്ങളെ സമർപ്പിക്കണം. 4, നിന്റെ കണ്ണിനെ സമർപ്പിക്കണം. 5, നിന്റെ ഹൃദയത്തെ സമർപ്പിക്കണം. 6, നിന്റെ ചെവിയെ സമർപ്പിക്കണം. 7, നിന്റെ പ്രവൃത്തിയെ സമർപ്പിക്കണം.